ആദ്യ 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയോ ജയറാം കാളിദാസ് ചിത്രം ആശകളായിരം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന ആശകളായിരം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയറാം കാളിദാസ്, ജയറാം, ഷറഫുദ്ദീൻ, ആശ ശരത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രക്ക് ജി പ്രജിത്ത് എണീറ്റൊരുക്കിയ ചിത്രമായിരുന്നു ആശകളായിരം എന്ന് പറയുന്ന സിനിമ. ഫെബ്രുവരി മാസം ആദ്യം തിയേറ്ററോടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജയറാമിന്റെ ഏറ്റവും സേഫ് ജോണർ ആയിട്ടുള്ള ഫാമിലി ചിത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പനും മോനും ഒന്നിച്ചെത്തിയ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനുകൾ സ്വന്തമാക്കാൻ സാധിക്കാത്തൊരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 7 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 10 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് 10 കോടി 25 ലക്ഷം രൂപയോളമാണ്. എന്തൊക്കെയുള്ള അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ ജയറാം ചിത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസ് വിജയമാണോ ഈ ചിത്രമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾക്കായിട്ടും വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ ജയറാം കാളിദാസ്, ജയറാം കൂട്ടുകെട്ടിലെന്ന് വെച്ചാൽ ആശകളായിരം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.